ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ഇടനിലക്കാരനായിട്ടുള്ള ഹോൾസെയിലേഴ്സിനെ കുറിച്ച്, മൊത്ത വിതരണക്കാരെക്കുറിച്ച്, മൊത്ത വിൽപ്പനക്കാരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഹോൾസെയിലർ അഥവാ മൊത്ത വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ മൊത്ത വിതരണക്കാരൻ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ആര്? ഹോൾസെയിലർ അഥവാ മൊത്ത വിതരണക്കാരൻ അല്ലെങ്കിൽ മൊത്ത കച്ചവടക്കാരൻ. ഹോൾസെയിലർ ഈസ് ദ ഫസ്റ്റ് ഇൻ്റർമീഡിയറി ഇൻ ദി ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെ ആദ്യത്തെ ഇടനിലക്കാരനാണ് ആര്? ഹോൾസെയിലർ എന്നുള്ളത്. അതായത് ഒരു കമ്പനിയിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ ആദ്യമായി കളക്ട് ചെയ്യുന്ന, വാങ്ങുന്ന വ്യക്തിയാണ് ആര്? ഹോൾസെയിലർ എന്നുള്ളത്. ഹി ഈസ് എ ട്രേഡർ. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. ആര്? ഹോൾസെയിലർ. മൊത്ത വിതരണക്കാർ എന്ന് പറയുന്നവരെന്താണ്? കച്ചവടക്കാരാണ്, ട്രേഡേഴ്സാണ്. ഹു ഡീൽസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. കൂടിയ അളവിൽ എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ആര്? ഹോൾസെയിലർ എന്ന് പറയുന്നത്. ഹോൾസെയിലർ ഈസ് എ ട്രേഡർ. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. ഹു ഡീൽസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. കൂടിയ അളവിൽ സാധനങ്ങളെ, വലിയ അളവിൽ എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വിൽപ്പനക്കാരനാണ്, ഒരു ട്രേഡറാണ് ആര്? ഹോൾസെയിലർ എന്നുള്ളത്. He purchase goods from the manufacturer in bulk quantity and sell it to the retailers in small quantity. കൂടിയ അളവിൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുന്നു? മാനുഫാക്ചറുടെ അടുത്ത് നിന്നും, ഉൽപ്പാദകൻ്റെ അടുത്ത് നിന്നും എന്ത് ചെയ്യുന്നു? ഹോൾസെയിലർ ഉൽപ്പന്നങ്ങളെ പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ടോ സെൽ ഇറ്റ് ടു ദി റീറ്റെയിലേഴ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുന്നു? ആ ഉൽപ്പന്നങ്ങളെ റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യുന്നു? വിറ്റഴിക്കുകയും ചെയ്യുന്നു. ചില്ലറ കച്ചവടക്കാർക്ക് വിറ്റഴിക്കുകയും ചെയ്യുന്നു. സോ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിട്ട് സ്മോൾ ക്വാണ്ടിറ്റിയിൽ റീറ്റെയിലേഴ്സിന് വിൽക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Thus he stands between the manufacturer and the retailer. മാനുഫാക്ചറുടെയും റീറ്റെയിലറുടെയും ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവർ. He generally deals in one or few classes of goods. ഒന്നോ അല്ലെങ്കിൽ വളരെ കുറച്ച് ഉൽപ്പന്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഹോൾസെയിലർ കൈകാര്യം ചെയ്യുക. ഒന്നുകിൽ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ വളരെ കുറച്ച് ഉൽപ്പന്നങ്ങളായിരിക്കും എന്ത് ചെയ്യുക? ഒരു ഹോൾസെയിലർ കൈകാര്യം ചെയ്യുന്നത്. ഹോൾസെയിലിംഗ് ഓഫ് ഗുഡ്സ് ഡേറ്റ് ബാക്ക് to at least 5,000 years. At that time, the Chinese Emperor Shen Nung established the practice of holding markets for the exchange of commodities. During the Middle Ages, great fairs were held in Russia, China, Italy, and France. Though we are moving to the ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലേഴ്സ്, മൊത്ത വിതരണക്കാരുടെ അല്ലെങ്കിൽ മൊത്ത കച്ചവടക്കാരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, ധർമ്മങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഒരു മൊത്ത കച്ചവടക്കാരൻ ചെയ്യുന്നത്? എ ഹോൾസെയിലർ പർച്ചേസിങ് ദി ഗുഡ്സ് ഫ്രം ദി മാനുഫാക്ചറുടെ അടുത്തു നിന്നും, ഉൽപ്പാദകൻ്റെ അടുത്തു നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഹോൾസെയിലർ ഒരു ഉൽപ്പന്നത്തെ വാങ്ങുന്നത്. സോ ആഫ്റ്റർ പർച്ചേസിങ് ദി പ്രോഡക്റ്റ് ഫ്രം ദി മാനുഫാക്ചറർ, ഒരു പ്രൊഡക്റ്റിനെ മാനുഫാക്ചറുടെ അടുത്തു നിന്നും ഉൽപ്പാദകൻ്റെ അടുത്തു നിന്നും വാങ്ങിയതിനു ശേഷം ഹോൾസെയിലർ മൊത്ത വിതരണക്കാരൻ ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എന്തെല്ലാമാണ് ആ പ്രവൃത്തികൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് അസംബ്ലിംഗ് ഓർ ബൈയിങ്. അസംബ്ലിംഗ് ഓഫ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ്. വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉൽപ്പാദകരിൽ നിന്നും ഉൽപ്പന്നങ്ങളെ സ്വരൂപിക്കുക അല്ലെങ്കിൽ അസംബിൾ ചെയ്യുക, ഒരുമിച്ച് ചേർക്കുക എന്നുള്ളതാണ് ഹോൾസെയിലറുടെ ഒന്നാമത്തെ ധർമ്മം. അസംബ്ലിംഗ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ്. വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പാദകരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ അസംബിൾ ചെയ്യുക, ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. ആൻഡ് ബൈയിങ് ദി പ്രോഡക്റ്റ് ഫ്രം ദി ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ്. വ്യത്യസ്തമായിട്ടുള്ള മാനുഫാക്ചറിൽ നിന്നും ഉൽപ്പന്നങ്ങളെ വാങ്ങുക എന്നുള്ളതാണ്. അതുപോലെ അസംബിൾ ചെയ്യുക, ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ധർമ്മം. രണ്ടാമത്തേതാണ് വെയർ ഹൗസിംഗ്. സ്റ്റോറിംഗ് ഓഫ് ഗുഡ്സ് ഇൻ പ്രോപ്പർ വെയർ ഹൗസസ് ടിൽ ദേ ആർ സോൾഡ് ടു ദി റീറ്റെയിലേഴ്സ്. ചില്ലറ വിൽപ്പനക്കാർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് വരെ എന്ത് ചെയ്യുക? ഉൽപ്പന്നങ്ങളെ വെയർ ഹൗസുകളിൽ ശരിയായ രീതിയിൽ സംഭരിച്ചു വെക്കുക എന്നുള്ളത് ഹോൾസെയിലറുടെ ഉത്തരവാദിത്തമാണ്. ചില്ലറ കച്ചവടക്കാർ വളരെ സ്മോൾ ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ്, കുറഞ്ഞ അളവിലാണ് എന്ത് ചെയ്യുക? ഈ റീറ്റെയിലേഴ്സ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. ആരിൽ നിന്നും? ഹോൾസെയിലേഴ്സിൽ നിന്നും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊഡക്റ്റ് സെയിൽ നടക്കില്ല. എവിടെ? ഹോൾസെയിലറിൽ നിന്നും. സോ ഹോൾസെയിലർ എന്ത് ചെയ്യണം?
ആ പ്രൊഡക്റ്റുകളെല്ലാം എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്, സംഭരിച്ചു വെക്കേണ്ടതുണ്ട്. ഏതുവരെ? റീറ്റെയിലേഴ്സ് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വരെ, അല്ലെങ്കിൽ റീറ്റെയിലർക്ക് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് വരെ. അത് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. മൂന്നാമത്തത് ട്രാൻസ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ് ഫസ്റ്റ് ഫ്രം ദി പ്ലേസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ടു ദി വെയർഹൗസ്, ഫ്രം ദെയർ ടു ദി റീറ്റെയിൽ സ്റ്റോർ. ട്രാൻസ്പോർട്ടേഷൻ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഹോൾസെയിലറുടെ. എന്ത് ചെയ്യുന്നു? ആദ്യം മാനുഫാക്ചർ അല്ലെങ്കിൽ ഉൽപ്പാദകൻ്റെ അടുത്ത് നിന്നും ഉൽപ്പന്നങ്ങളെ ഹോൾസെയിലറുടെ വെയർഹൗസിലേക്ക് എത്തിക്കുന്നു, സംഭരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നത്തെ റീറ്റെയിലറിലേക്ക് എത്തിക്കുന്നു. സോ ട്രാൻസ്പോർട്ടേഷൻ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. അതുപോലെ ഫിനാൻസിങ് ദ റീറ്റെയിൽ ട്രേഡ് ബൈ സെല്ലിംഗ് ദ ഗുഡ്സ് ടു റീറ്റെയിലേഴ്സ് ഓൺ ക്രെഡിറ്റ് ബേസിസ്. ചില്ലറ കച്ചവടക്കാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ എന്തുണ്ടാവില്ല? പ്രോപ്പറായിട്ടുള്ള ഫണ്ട് ഉണ്ടാവില്ല. സോ എന്ത് ചെയ്യുക? ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് ഫെസിലിറ്റിയിൽ മൊത്ത കച്ചവടക്കാരെന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കടമായിട്ട് എന്ത് ചെയ്യണം? സാധനങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ സാധനങ്ങളെ കൊടുക്കേണ്ടി വരും. അതാണ് ഫിനാൻസിങ് എന്നുള്ളത്. അതുപോലെ റിസ്ക് ബെയറിംഗ് ആണ് അടുത്തത്. റിസ്ക് ബെയർ ചെയ്യുന്നത് ഇവരാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള റിസ്കുകളൊക്കെ അസ്യൂം ചെയ്യുന്നതും, അതായത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകുന്ന, ഡിമാൻഡിലുണ്ടാകുന്ന, സ്പോയിലേജ് കാരണം ഉണ്ടാകുന്ന എല്ലാ റിസ്കുകളും അസ്യൂം ചെയ്യുന്നത് ആരാണ്? ബെയർ ചെയ്യുന്ന ആരാണ്? ഹോൾസെയിലേഴ്സാണ്. അതുപോലെ വരുന്നതാണ് ഗ്രേഡിംഗ് എന്നുള്ളത്. ഗ്രേഡിംഗ് ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ദി ക്വാണ്ടിറ്റി, ക്വാളിറ്റി, സൈസ്, കളർ. ഉൽപ്പന്നത്തെ അതിൻ്റെ നിറത്തിനനുസരിച്ച്, തൂക്കത്തിനനുസരിച്ച്, വലിപ്പത്തിനനുസരിച്ച്, അതിൻ്റെ ക്വാളിറ്റി, ഗുണം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? വലിപ്പം ഒക്കെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നത്തെ ഗ്രേഡ് ചെയ്യുന്നു, തരം തിരിക്കുന്നു. അത് ഇതിന് പറയുന്നതാണ്. അത് ഈ ഹോൾസെയിലർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഒരു ഹോൾസെയിലർ ചെയ്യേണ്ടതായിട്ടുള്ള ഫങ്ഷൻ. ഹോൾസെയിലർ ഇടപെടുന്നതായിട്ടുള്ള ഫങ്ഷൻസ് ഇവയെല്ലാമാണ്. Then we are moving to the services rendered by the wholesaler. ഒരു മൊത്ത കച്ചവടക്കാരൻ, ഒരു മൊത്ത വിൽപ്പനക്കാരൻ എന്തെല്ലാം സേവനങ്ങളാണ് നൽകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേതാണ് സർവീസ് ടു മാനുഫാക്ചേഴ്സ്. ഉൽപാദകർക്ക്, മാനുഫാക്ചേഴ്സിന്, പ്രൊഡ്യൂസേഴ്സിന് എന്തെല്ലാം സേവനങ്ങളാണ് ഒരു മൊത്ത വിൽപ്പനക്കാരൻ നൽകുന്നത് എന്നാണ്. ഒന്ന്, ദ ഹോൾസെയിലർ ഹെൽപ്സ് ദ മാനുഫാക്ചർ ടു ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് എക്കണോമീസ് ഇൻ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ്റെ ബെനിഫിറ്റ് നേടുന്നതിന് മാനുഫാക്ചറെ സഹായിക്കുന്നുണ്ട് ഹോൾസെയിലർ. ഹോൾസെയിലർ ഹെൽപ്പ് ദ മാനുഫാക്ചേഴ്സ് ടു സേവ് ഹിസ് ടൈം ട്രബിൾ ബൈ കളക്ടിങ് ഓർഡേഴ്സ് ഫ്രം ദി ലാർജ് നമ്പർ ഓഫ് റീറ്റെയിലേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി മാനുഫാക്ചേഴ്സ്. ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചേഴ്സിന് സമയം ലാഭം നേടിക്കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ്? മാനുഫാക്ചേഴ്സിന് റീറ്റെയിലേഴ്സിൽ നിന്നും എന്ത് ചെയ്യേണ്ടി വരും? ഓർഡേഴ്സ് കളക്ട് ചെയ്യേണ്ടി വരും, വലിയ വലിയ ഓർഡറുകൾ കളക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഓർഡേഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്, ഉൽപ്പാദകനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. ഈ പ്രവൃത്തി ആര് ചെയ്തു കൊടുക്കുന്നു? ഹോൾസെയിലർ ചെയ്തു കൊടുക്കുന്നു. The wholesaler provide market information to the manufacturer which will help him to make modification in his product. ഈ ഹോൾസെയിലേഴ്സ്, മൊത്ത വിൽപ്പനക്കാരെന്ത് ചെയ്യുന്നു? കമ്പോളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, വിപണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? മാനുഫാക്ചേഴ്സിന് എന്ത് ചെയ്യുന്നു? നൽകുന്നു. അതിലൂടെ എന്ത് ചെയ്യുവാൻ സാധിക്കുന്നു? മാനുഫാക്ചേഴ്സിന്, ഉൽപ്പാദകർക്ക് എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നങ്ങളിൽ വേണ്ട ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ, പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നു. The wholesaler buys in large quantities and keep the goods in his warehouses. മൊത്ത വിതരണക്കാരെന്ത് ചെയ്യുന്നു? മൊത്ത വിൽപ്പനക്കാർ കൂടിയ അളവിൽ എന്ത് ചെയ്യുന്നു? വലിയ അളവിൽ എന്ത് ചെയ്യുന്നു? സാധനങ്ങളെ വാങ്ങുകയും സംഭരിച്ചു വെക്കുകയും ചെയ്യുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു സേവനമാണ് ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിന് നൽകുന്ന. അതുപോലെ ദ ഹോൾസെയിലേഴ്സ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ സ്റ്റഡി പ്രൈസസ് ഫോർ ദി പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിന് സ്ഥിരമായിട്ടൊരു വില മെയിൻറ്റെയിൻ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു? ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ സർവീസസ് ടു റീറ്റെയിലേഴ്സ്. ഒരു മൊത്ത വിതരണക്കാരൻ അല്ലെങ്കിൽ ഒരു മൊത്ത വിൽപ്പനക്കാരൻ, ചില്ലറ വിൽപ്പനക്കാരന് എന്തെല്ലാം സേവനങ്ങളാണ് നൽകുന്നത് എന്നാണ്. ഒന്നാമത്തേത്, ഹി ഗിവ്സ് വാല്യബിൾ അഡ്വൈസ് ടു ദി റീറ്റെയിലേഴ്സ് ഓൺ ഹിസ് ബിസിനസ് റിലേറ്റഡ് മാറ്റേഴ്സ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും മൂല്യമേറിയതായിട്ടുള്ള അഡ്വൈസുകൾ, നിർദ്ദേശങ്ങളൊക്കെ ആരും നൽകുന്നുണ്ട്? ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് നൽകുന്നുണ്ട്. അതുപോലെ ഹി ഹെൽപ്സ് ദ റീറ്റെയിലർ ടു ഗെറ്റ് ദ ഗുഡ്സ് വെരി ഈസിലി ആൻഡ് ക്വിക്കലി. റീറ്റെയിലേഴ്സിന്, ചില്ലറ വിൽപ്പനക്കാർക്ക് ഉൽപ്പന്നത്തെ വളരെ എളുപ്പത്തിലും പെട്ടെന്നും ലഭിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ട് ആര്?
ഹോൾസെയിലർ. അതുപോലെ ഹി റെൻഡർ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു ദി റീറ്റെയിലർ ബൈ ഗ്രാൻഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി. എന്ത് ചെയ്യുന്നു? റീറ്റെയിലർക്ക് ചില്ലറ വിൽപ്പനക്കാരൻ എന്ത് ചെയ്യുന്നു? സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് മൊത്ത വിൽപ്പനക്കാരന്. ഹോൾസെയിലർ എങ്ങനെ? ബൈ ഗ്രാൻഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി, കടത്തിനുള്ള സൗകര്യം, കടത്തിന് സാധനങ്ങൾ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഹോൾസെയിലർ റീറ്റെയിലറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ദ ഹോൾസെയിലേഴ്സ് ബെയർ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഓൺ എ സെർട്ടൻ എക്സ്റ്റെൻറ്റ്. എന്ത് ചെയ്യുന്നു? ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പന്നത്തെ സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റിസ്കുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ ദ ഹോൾസെയിലർ ഹെൽപ്സ് ദ റീറ്റെയിലേഴ്സ് ടു കീപ് പ്രൈസ് സ്റ്റഡി. ഒരു ഉൽപ്പന്നത്തിൻ്റെ വില സ്റ്റഡിയായിട്ട് സ്ഥിരമായിട്ട് നിലനിർത്തുന്നത് എന്ത് ചെയ്യുന്നു? ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിനെ സഹായിക്കുന്നു. അതുപോലെ ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റിക്ക് ഒരുപാട് സേവനങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്തേതാണ് ദ ഹോൾസെയിലർ പാസസ് ഓൺ ദി റീറ്റെയിലേഴ്സ് ആൻഡ് കൺസ്യൂമിങ് പബ്ലിക് ദ ബെനിഫിറ്റ് ഓഫ് ദി സ്പെഷ്യലൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി. ദ ഹോൾസെയിലർ ഇൻട്രൊഡ്യൂസ് ഫാഷൻ ആൻഡ് ന്യൂ സ്റ്റൈൽ ഇൻ ദി മാർക്കറ്റ്. ഹോൾസെയിലേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പുതിയ പുതിയ ഫാഷനും പുതിയ സ്റ്റൈലുമൊക്കെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ സൊസൈറ്റിയിലുള്ള, സമൂഹത്തിലുള്ള ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം ഉയർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹോൾസെയിലേഴ്സ് അണ്ടർടേക്ക് മാർക്കറ്റ് റിസർച്ച് ഓൾസോ. ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റ് റിസർച്ചും ചെയ്യുന്നുണ്ട്. ഇത് സൊസൈറ്റിക്ക് വളരെ ഗുണകരമാണ്. മാർക്കറ്റ് റിസർച്ചിലൂടെ, മാർക്കറ്റ് സർവേയിലൂടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇത് സൊസൈറ്റിക്ക് വളരെ ബെനഫിഷ്യലാണ് എന്നാണ് പറയുന്നത്. സോ ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചേഴ്സിനും റീറ്റെയിലേഴ്സിനും സൊസൈറ്റിക്കും എന്ത് ചെയ്യുന്നുണ്ട്? സേവനങ്ങൾ നൽകുന്നുണ്ട്. ഇതാണ് ഹോൾസെയിലേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.